RMP കേന്ദ്ര കമ്മിറ്റി അംഗം KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശം തള്ളി RMPയും കോൺഗ്രസും. പരാമർശം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും പാർട്ടി അംഗീകരിക്കില്ലെന്ന് KK രമ MLA പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കൾ മറ്റുള്ളവർക്ക് മാതൃകയാകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും മനോനില തിരുത്തണമെന്ന് ഷാഫി പറമ്പിലും പ്രതികരിച്ചു. പരാമർശത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് CPI. RMP നേതാവ് സഖാവ് KS ഹരിഹരന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റായ പരാമർശം, സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശം, അത് തീർത്തും തെറ്റാണ്. അതിനെ അങ്ങേയറ്റം തള്ളിപ്പറയുകയാണ്. അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് RMPയുടെ അഭിപ്രായം. അത് ഏത് വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നാലും സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. 100% അനുചിതമായ ഒരു പ്രയോഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്നത്. ഒരു പൊതു ഇടത്തിലോ സ്വകാര്യ സംഭാഷണത്തിലോ ഒരു പ്രസംഗത്തിലോ എവിടെയും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളും ഉണ്ടാവാൻ പാടില്ലാത്ത ചിന്തകളുമാണ് ആ പ്രസംഗത്തിൽ കടന്നുകൂടിയത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും ഒന്നും മറച്ചു വെക്കാനില്ല. അപ്പോൾ ആ മനോനില ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തണം. അതെല്ലാവർക്കും ഒരു പാഠമാണ്. അങ്ങനെ ആളുകളെ കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ പറയാൻ പാടില്ല. സാനിയോ മനോമിയാണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത്. സാനിയോ, വടകരയെ ചൊല്ലി വടകരയിലെ തെരഞ്ഞെടുപ്പ് അനന്തരവും വലിയ ചർച്ചകൾ, ഏറ്റുമുട്ടലുകൾ എല്ലാം നടക്കുന്നതിനിടയിലാണ് ഇന്നലെ UDFന്റെ ഒരു പ്രതിഷേധ സദസ്സ് എന്ന വിധത്തിലുള്ള പരിപാടി നടന്നത്. RMPയുടെ മുതിർന്ന നേതാവ് തന്നെ ഈ വിധത്തിലുള്ള അങ്ങേയറ്റം അംഗീകരിക്കാനാവാത്ത ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം രാത്രി ഫേസ്ബുക്കിലൂടെ മാപ്പപേക്ഷയെല്ലാം നടത്തിയെങ്കിൽ പോലും നേതാക്കൾ, പ്രത്യേകിച്ച് ഷാഫി പറമ്പിലും VD സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്ത വേദിയിൽ വെച്ചാണ് ഈ പരാമർശങ്ങൾ ഉണ്ടായത് എന്നുള്ളത് പ്രധാനപ്പെട്ടതായിരുന്നു. അതിലാണ് KK രമയും ഷാഫി പറമ്പിലും VD സതീശനും എല്ലാം പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ CPIM നിയമ നടപടിക്ക് ഒരുങ്ങുകയും ചെയ്യുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ബിനിൽ, വടകരയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും വടകരയിലെ പ്രശ്നങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും അവസാനിക്കുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. LDFനാണെങ്കിൽ അവർ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അതായത് അശ്ലീല ചുവയോടെ സംസാരിക്കുന്നു, ലൈംഗിക അധിക്ഷേപം നടത്തുന്നു, വ്യക്തി അധിക്ഷേപം നടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങളെല്ലാം ശരിയാണ് എന്ന് വരുന്ന തരത്തിലേക്കുള്ള ഒരു ആരോപണമാണ് ഇന്നലെ KS ഹരിഹരൻ്റെ ഭാഗത്തു നിന്ന് ഒരു പൊതുവേദിയിൽ ഉണ്ടാകുന്നത്. അത് പ്രതിപക്ഷ നേതാവ് അടക്കം പങ്കെടുത്ത, പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തൊരു പരിപാടിയാണ്. മാത്രവുമല്ല, ഷാഫി പറമ്പിലടക്കം T സിദ്ദീഖ് തുടങ്ങി കോൺഗ്രസിൻ്റെയും അതുപോലെ UDFൻ്റെയും മുതിർന്ന നേതാക്കളെല്ലാം ഇരിക്കുന്ന വേദിയിൽ വെച്ചാണ് RMPI നേതാവ് ഹരിഹരൻ ഇത്തരത്തിൽ ഒരു സംസാരം നടത്തുന്നത്. അത് അപ്പോൾ തന്നെ തള്ളിപ്പറഞ്ഞിരുന്നു. അദ്ദേഹത്തോട് അപ്പോൾ തന്നെ ഇത് തിരുത്തേണ്ടതാണ്, ഇത് അനുവദിക്കാനാകില്ല എന്ന് പറഞ്ഞിരുന്നു എന്നാണ് VD സതീശൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ഇന്നിപ്പോൾ എല്ലാവരുടെയും പ്രതികരണവും ആ വിഷയത്തിൽ വരികയുണ്ടായി. ഒരു തരത്തിലും ഇത് അംഗീകരിക്കാനാകാത്ത ഒരു പ്രസ്താവനയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് KK രമ MLA തന്നെ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് അംഗീകരിക്കാനാവില്ല എന്ന് ഷാഫി പറമ്പിലും, ഇത് രഹസ്യ സംഭാഷണത്തിലാണെങ്കിലോ അല്ലെങ്കിൽ പൊതുയോഗത്തിലാണെങ്കിലോ അല്ലെങ്കിൽ സൗഹൃദ സദസ്സുകളിലാണെങ്കിലോ പോലും ഈ ഒരു മനോനില അംഗീകരിക്കാനാവില്ല എന്ന് ഷാഫി പറമ്പിലും പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് CPIMന്റെ ഔദ്യോഗിക പ്രതികരണം ഇന്ന് 5 മണിക്ക് ജില്ലാ സെക്രട്ടറി P മോഹനൻ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിഷയം ഇപ്പോഴും വടകരയിൽ ഇപ്പോഴും വിവാദങ്ങൾ ഒഴിയുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവാദങ്ങൾ ഒഴിയുന്നില്ല. രാഷ്ട്രീയ പ്രതിഷേധ യോഗത്തിനിടയിലാണ് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശം KS ഹരിഹരനെ പോലെ ഒരു മുതിർന്ന നേതാവ് നടത്തിയിട്ടുള്ളത്.